ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണ്, നല്ല മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ അവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇത് ഇന്നലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഫുള്ള് ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കാണ്ട് പെയ്യണ ഒരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മറത്ത് ഇരുന്നിട്ട് ചായ കുടിക്കണത്. വൈകിട്ടത്തെ മഴയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി ഒരു കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരിയും ബോണ്ടയും ഉണ്ട് കേട്ടോ. ബോണ്ട ഉണ്ടാന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ വരുമ്പോൾ കൊടുന്നതായിരുന്നു അത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ ഇങ്ങനെ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേനും മഴ പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ഇടവേള തരാണ്ട് പെയ്യാണ്, പക്ഷെ തിമിർത്ത് പെയ്യല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചാറ്റൽ മഴ പോലെ ഇടയ്ക്കൊന്ന് കുറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു രീതിക്കായിരുന്നു പെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ന്യൂസിലൊക്കെ വെച്ചപ്പോൾ എല്ലായിടത്തും ഭയങ്കര അപകടവും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ റോഡിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റോഡിൽ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, വീട് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പ്രളയത്തിൻ്റെ ടൈമിലൊക്കെ ഇവിടെ നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു. എന്നാലും വീടുകളിലേക്കൊന്നും വെള്ളം കയറുന്ന പ്രശ്നമൊന്നും നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ പരൽ മീനുകൾ, കണ്ണൻ മീനുകൾ, അങ്ങനത്തെ ഈ പാടത്തൊക്കെ ഉണ്ടാവണ ഒരു കണ്ണൻ മീനുണ്ടല്ലോ, അതൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ നോക്കാൻ, എന്നാൽ കിട്ടുകയാണെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന അമ്പലമാണ് ഈ ശിവൻ്റെ അമ്പലം. ആ ഒരു അമ്പലമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചാറി ചാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഒരു റോട്ടിൽ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. നമ്മുടെ മറ്റേ കണ്ണൻ മീനൊക്കെ ഇല്ലേ, അതിങ്ങനെ ചാടി ചാടി വരാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് വീട്ടിൽ പോവാം, മഴ കൂടുന്നുണ്ട്. പിന്നെ മീനൊന്നും കാണാനില്ല കണ്ടപ്പോൾ ഞാൻ തന്നെ വേഗം സ്പീഡിൽ വീട്ടിലേക്ക് നടന്നിട്ടുണ്ട്. കാരണം മഴ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു വെള്ളം നിറഞ്ഞിട്ടുള്ള റോഡുള്ളത്. അപ്പോൾ ആ ഒരു റോഡിൽ കൂടെയുള്ള വെള്ളമാണ് ആ തോട്ടിൽ കൂടെ ഒഴുകി വരുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മയും വല്യമ്മയും അതുപോലെ വല്യമ്മയുടെ മോളെല്ലാവരും കൂടെയായിട്ട് നാലമ്പലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സാരി ഒന്നും എടുക്കണില്ല, ചുരിദാർ ഇടുകയാണെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ മഴയത്ത് ഈ സാരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരിദാർ ഇടാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിന് നമ്മുടെ വല്യമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. വല്യമ്മ തുണിയും സാധനങ്ങളൊക്കെ ആയിട്ട് വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മയുടെ മോളാണ് കേട്ടോ, അമ്മൂന്നാണ് വിളിക്കുക. ഞങ്ങൾ അമ്മു ചേച്ചീൻ്റെക്കാളും മൂത്തതാണല്ലോ, അപ്പോൾ ഞങ്ങൾ അമ്മു ചേച്ചീന്നാട്ടോ വിളിക്കുക, ഞാൻ ഗ്രീഷ്മയൊക്കെ. അപ്പോൾ അങ്ങനെ വല്യമ്മ കവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവർ നേരത്തെ പോകാനുള്ള കാരണം കേട്ടോ, തലേ ദിവസം തന്നെ വന്നത്. കാരണം ഇവർക്ക് 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകണം, പുലർച്ചെ 4 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് വല്യമ്മ തലേ ദിവസം തന്നെ വന്നത്. വല്യമ്മ എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ തലേ ദിവസമൊക്കെ വരിക കേട്ടോ നമ്മളോടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബോണ്ടല്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് വല്യമ്മ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബോണ്ട ഉണ്ടാക്കി കേട്ടോ. ഇവിടെ പറയാം, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക ഇതിന്? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളിൽ നമ്മുടെ പാലൊക്കെ വെച്ചിട്ടാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണിത്. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വിളക്കൊളുത്തി കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇവർ രാത്രിയാകുമ്പോൾ വിളക്കൊളുത്തി കാട്ടുന്നത്. രാത്രിയല്ല കേട്ടോ, സന്ധ്യാസമയം തന്നെയാണ്. പക്ഷെ നല്ല മഴക്കാറായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ട് ഫീൽ ആവണത് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ വിളക്കൊളുത്തി കാട്ടി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ വല്യമ്മയൊക്കെ വന്നിട്ടുള്ള കാരണം നമ്മൾ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, സ്നാക്സ് മീൻസ് അങ്ങനെയല്ല, രാത്രിയിലത്തെ ഡിന്നർ ഉണ്ടല്ലോ അത്. അതായത് നമ്മൾ രാത്രിയൊന്നും ചോറ് കഴിക്കാറില്ല. നമ്മളല്ല, ഞങ്ങളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അമ്മയും വല്യമ്മയൊന്നും കഴിക്കാറില്ല. അമ്മ ഇപ്പോൾ കുറച്ചായിട്ട് ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഒരു നേരം മാത്രമേ കേട്ടോ അമ്മ വല്യമ്മയൊക്കെ ചോറ് കഴിക്കാറുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ടി വി ഒക്കെ കുറച്ച് നേരം കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാലമ്പല യാത്ര ഉണ്ടാവുമോ എന്ന് ഇവർക്കൊരു ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും തിമിർത്തിട്ടാണല്ലോ മഴ പെയ്യണത്. അപ്പോൾ എല്ലായിടത്തും കുറേ നാശനഷ്ടങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ. അപ്പോൾ ന്യൂസിലൊക്കെ വെച്ചപ്പോൾ കംപ്ലീറ്റ് അത് തന്നെയാണ് പറയണത്. പക്ഷേ അതൊന്നും തടസ്സം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ഗോതമ്പ് ദോശ ഉണ്ടാക്കണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ. ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞ കാരണം തന്നെ ഒക്കെ
അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലുണ്ടാക്കുമ്പോൾ സംഭവം നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് മെനക്കെടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ. അപ്പോൾ അതിലുണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് ദോശയായിട്ട് അമ്മ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടോ, എല്ലാവരും നാട്ടിലുണ്ടോ ഗ്യാസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്? അതോ നമ്മുടെ ഇവിടെ മാത്രമാണോ ഉള്ളത്? എനിക്കൊരു സംശയമുണ്ട്. കാരണം നമുക്കിപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടും സംഭവം കിട്ടണില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ദോശയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ അത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിറക് നന്നായി കത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആവും കേട്ടോ. എനിക്ക് തോന്നുന്നു ഗ്യാസിൽ വയ്ക്കണേക്കാൾ സ്പീഡിൽ നമ്മുടെ ദോശ അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഉമ്മറത്തേക്ക് വന്നപ്പോൾ ഇതാ വലിയമ്മ ഇതാ അമ്മുച്ചേച്ചീനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വലിയമ്മയുടെ മോളേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. രേഷ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഭാഗത്തേക്ക് വന്നിട്ട് ആദിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ആൾക്ക് ചോറ് കഴിക്കാൻ കുറച്ച് മടിയാണ് ഈ ഇടയായിട്ട്. അപ്പോൾ ഞാൻ വാരി കൊടുക്കുന്നതായിട്ട് ചെയ്യാറ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു പ്ലേറ്റിൽ തന്നെ ഞാനും കൂടിയും കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പതിവേ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അമ്മു ചേച്ചിയും അതുപോലെ ലച്ചും വന്നു കേട്ടോ. ലച്ചു എന്ന് പറയുന്നത് ആളുടെ മോളാണ് കേട്ടോ, രണ്ടാമത്തെ മോള്. ആൾക്ക് 2 പിള്ളേരാണുള്ളത്. മൂത്താളൊരു മോനാണ്, രണ്ടാമത്തെ ആളൊരു മോളാണ് കേട്ടോ. അപ്പോൾ അനികാലക്ഷ്മി എന്ന പേര്, ഞങ്ങൾ ലച്ചു എന്നാട്ടോ വിളിക്കുക അവളേനെ. പിന്നെ അമ്മു ചേച്ചി ചിരിക്കണത് വേറെ ഒന്നല്ല, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആളിതാ നേരെ വന്നിട്ട് മേലെ ഇതിലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് സാമ്പാറാട്ടം ഉണ്ടായിരുന്നത്, അതായത് നമ്മുടെ ഉച്ചയ്ക്ക് നമുക്ക് കറി സാമ്പാറായിരുന്നു. അപ്പോൾ ആ സാമ്പാർ കൂട്ടിയിട്ട് ഗോതമ്പ് ദോശ കഴിക്കുന്നുണ്ട്. ലച്ചുവിന് പറഞ്ഞ മാതിരി ഗോതമ്പ് ദോശയോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അവളത് വേണോ വേണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ചോറ് കഴിച്ചിട്ടാണ് വന്നേ, കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് വന്നേന്ന് പറഞ്ഞു. പിന്നെ ചൂടോടെ തന്നെ ഗോതമ്പ് ദോശ കണ്ടപ്പോൾ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഇട്ടാണ്, അതുകൊണ്ടാണ് പിന്നെ കഴിക്കണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നാളെ പോവാനുള്ള അമ്പലത്തിലേക്ക് പോവാനുള്ള വിശേഷങ്ങളും കാര്യങ്ങളും, ഏതൊക്കെ അമ്പലത്തിലേക്കാണ് പോകണമെന്ന് സത്യം പറഞ്ഞ് ഇവർക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഇതുപോലത്തെ അവസരങ്ങളൊക്കെ നമുക്ക് വളരെ കുറവാണ് കേട്ടോ. എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആകുമ്പോഴാണ് വല്യമ്മയ്ക്ക് ഇങ്ങനെ തലേ ദിവസം വരിക കേട്ടോ. അപ്പോൾ അതേമാതിരി നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതേപോലെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വല്യമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. അത് അടയ്ക്ക തൂക്കണ മിഷ്യനാണ്, പക്ഷേ എല്ലാവരും ഇതാ ഓരോരുത്തരായിട്ട് അവരുടെ വെയിറ്റ് നോക്കുന്നുണ്ട്. അമ്മു ചേച്ചിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അമ്മു ചേച്ചിയുടെ കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വെയിറ്റ് കൂടി എന്നാട്ടോ പറയണത്. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ഞാനും ഒട്ടും കുറച്ചില്ല, ഞാനും എൻ്റെ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനും ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട് വെയിറ്റ്. അപ്പോൾ ആദ്യമൊക്കെ നല്ല കൺട്രോളായിരുന്നു. ഇപ്പോൾ 2 നേരമൊക്കെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മു ചേച്ചിക്ക് ഇതുപോലെ നെല്ലിക്ക ഉപ്പിലിട്ടത്, അങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസിനോടൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആട്ടോ ആൾക്ക്. അപ്പോൾ ആളെന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഉപ്പിലിട്ട് വെക്കുക എന്നല്ലാണ്ട് വെക്കുമ്പോൾ ഭയങ്കര ഇതാണ്, പക്ഷേ വെച്ചിട്ട് 2 ദിവസം മാത്രം കഴിക്കും, പിന്നെ ഒരാളും എടുത്ത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ വല്യമ്മ പറയണത് അവിടെയൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് സാധനം പോണ പോക്കറിയില്ലെന്ന്. അപ്പോൾ ആൾക്ക് ഇതുപോലെ അച്ചാർ, ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും കഴിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ലച്ചു കഴിക്കുന്നുണ്ട്. അമ്മു ചേച്ചിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം അതാ നമ്മുടെ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, കിടക്കാൻ പോവുക തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ നേരത്തെ എണീക്കണമല്ലോ. 4 മണിക്ക് പോകണമെങ്കിൽ 3 മണിക്കൊക്കെ എണീക്കണമല്ലോ. 3 മണിക്ക് അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ ആയിട്ട് എണീക്കണം. പിന്നെ കിടക്കാനുള്ള സമയം കൂടി ഇല്ല കേട്ടോ. കാരണം ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വല്യമ്മ ഇങ്ങനെ ഇരുന്ന് നോക്കണത്, കഷ്ടപ്പെട്ട് നോക്കണത് വേറെ ഒന്നിരിക്കല്ല കേട്ടോ. ആൾ ഇരുന്ന് സീരിയൽ കാണുകയാണ്. അപ്പോൾ അവിടെയും കാണാറുണ്ടെന്ന് പറഞ്ഞ ആൾ മൊബൈലിൽ അത്ര അവിടെ കാണാറും. അപ്പോൾ ഇവിടെ ടി വിയിൽ വെച്ചപ്പോൾ അതായിരുന്നു കാണുന്നുണ്ട് എല്ലാവരും കൂടെ. പിന്നെ നമ്മുടെ ഗ്രീഷ്മയുടെ റൂമിലാട്ടോ നമ്മു ചേച്ചി കിടക്കണേ. അപ്പോൾ അമ്മ റൂമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അവൻ ഒരു 9:30-10 മണിൻ്റെ ഉള്ളിലൊക്കെ ആൾ സൈഡാവാറുണ്ട് കേട്ടോ. പിന്നെ അമ്മു ചേച്ചി ഇതാ മുനീസിൻ്റെ മുടിയൊക്കെ നല്ല രീതിക്ക് സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് ഇതുപോലെ ഹെയർ കെയർ ഒക്കെ ചെയ്യണ ഒരാളാണ്, നമ്മുടെ പോലെ ഒന്നല്ല കേട്ടോ. നമ്മൾ മുടിയൊന്നും ഇതുപോലൊന്നും വേറെടുക്കുകയൊന്നും ചെയ്യാറില്ല. രാത്രിയൊക്കെ ആൾ നല്ല മുടിയൊക്കെ വേറെടുത്തിട്ടൊക്കെ ഭയങ്കര ശുശ്രൂഷയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടി കോൺഷ്യസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ അത് അവർ കിടന്നു, വാതിലൊക്കെ അടച്ചു. പിന്നെ വല്യമ്മയും അമ്മയും ഇന്ന് ഹാളിലാട്ടോ കിടപ്പ്. അപ്പോൾ അത് അവരും കിടന്നിട്ടുണ്ട്. പിന്നെ ഞാനും ആദ്യം ഗ്രീഷ്മയും കൂടെ ഇന്ന് ഈ ഒരു റൂമിലാണ്, എൻ്റെ റൂമിൽ തന്നെയാണ്. അപ്പോൾ ഞാനും ആദ്യം കൂടി താഴത്തും കിടക്കുന്നുണ്ട്, ഗ്രീഷ്മ മുകളിലും കിടക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ ഇവിടെ വന്ന് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നല്ല ഉറക്കമായിട്ടുണ്ട്. ഗ്രീഷ്മ കണ്ട് കിടക്കാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ നടന്നിട്ടാണ് ആൾ കിടക്കുക. പിന്നെ നമ്മുടെ മഴ ചെറുതായിട്ട് കുറഞ്ഞു, പക്ഷെ നല്ല രീതിക്ക് പിന്നെ കാറ്റായിട്ട് നല്ല തണുത്ത കാറ്റ് ഉമ്മർത്ത് വന്നിരുന്നപ്പോൾ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അച്ഛൻ കിടന്നിട്ടില്ല. അച്ഛൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കിടന്നിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്താ ഗ്രീഷ്മ അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദി നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇനി കിടക്കാൻ പോവാണ്. പിന്നെ അമ്മയും വല്യമ്മയൊക്കെ നേരത്തെ നീക്കണമല്ലോ, അവർക്ക് രാവിലെ നേരത്തെ നീക്കണം. കാരണം 4 മണിക്കൊക്കെയാണ് കേട്ടോ ബസ് വരിക. അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ അവർക്ക് നേരത്തെ നീക്കും വേണം, വേഗം പോവും വേണം. അപ്പം ഇനി നമ്മളതിനെ വിളിക്കൊന്നുമില്ല. പോകുമ്പോൾ അച്ഛൻ വാതിൽ തുറന്നെടുത്തിട്ട് അടയ്ക്കുന്നുണ്ടായിരിക്കും. പോകുന്ന ടൈമിൽ വിളിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പം ഇനി ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.